നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് വേണ്ടത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ, അല്ലാഹു സ്വർഗ്ഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമുള്ളവരാ. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവര് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം കടന്നു വരികയാ. ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ്. ഈ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെക്കണേ. പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് നന്നാവണേ. തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചു മടങ്ങണേ. പരിശുദ്ധമായ ഖുർആൻ പറയുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയോ? അല്ലാഹു സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞ ആ അടിമയ്ക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അവർക്കുണ്ടാകുന്ന രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം കൊടുത്താൽ, അത് രോഗമാകട്ടെ, അത് മരണമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, പടച്ചവനെ എന്തെങ്കിലും പ്രയാസമാകട്ടെ, അല്ലാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ അവരാ പരീക്ഷണത്തിൽ ശ്രമിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവര് ശ്രമിക്കുന്നവരാണ്. വഅദ കേൾക്കാമെന്നവര് ഈമാൻ കാര്യം ആറെണ്ണമാണ്. ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കലു, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കലു, അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കലു, പടച്ചവനെ പരിശുദ്ധമായ ഖുർആനിനെ കൊണ്ട് വിശ്വസിക്കലു, പടച്ചവനെ അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കല്. ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഈ ആറ് കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. അഞ്ച് കാര്യങ്ങളിൽ വിശ്വാസമുണ്ട്. അല്ലാഹുവിനെ വിശ്വാസമുണ്ട്, മലക്കുകളെ വിശ്വാസമുണ്ട്, പ്രവാചകന്മാരെ വിശ്വാസമുണ്ട്, പടച്ച റബ്ബേ ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ ആറാമത്തെ കാര്യത്തിലാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്. ആറാമത്തെ കാര്യമെത്തിയപ്പോ നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ്. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് നന്മയും തിന്മയും. എന്നാണോ നീ വിശ്വസിക്കുന്നത് അന്നേ നീ വിശ്വാസിയാകൂ എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവർ, അവിടെയാണ് നമുക്ക് പിഴവ് സംഭവിച്ചത്. ജീവിതത്തിലെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, രോഗങ്ങൾ കടന്നു വരുമ്പോ, താങ്ങാൻ പറ്റാത്ത ദുഃഖങ്ങൾ കടന്നു വരുമ്പോ നമ്മൾ പതറുകയാണ്, നമ്മൾ പേടിക്കുകയാണ്, നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എല്ലാ പരീക്ഷണങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. നീ എന്തേ വിചാരിച്ചത്, നീ എന്തേ മുസ്ലിമേ വിചാരിച്ചത് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീ വിചാരിച്ചോ? അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും. പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കയറി പോകാമെന്ന് നീ കരുതിയോ വാപ്പാ? ഇല്ല വാപ്പാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റൂല. ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീ അനുഭവിക്കണം, അല്ലാതെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കൂല. ജീവിതത്തിൽ പ്രയാസം വരുമ്പോ, കച്ചവടം തകർന്നു പോകുമ്പോ, സ്വന്തമായിട്ട് വീടില്ലാതെ വരുമ്പോ, മക്കളെ കിട്ടാതെ വന്നപ്പോ, ലക്ഷങ്ങളുടെ കടം വന്നപ്പോ, മാരകമായ രോഗങ്ങൾ വന്നപ്പോ നമ്മൾ പറയുന്ന മറുപടി എന്തെന്നറിയോ? ഉസ്താദേ, അല്ലാഹ് എന്നോട് എന്തോ ദേഷ്യമാ. നമുക്ക് എന്തെങ്കിലും പരീക്ഷണം വരുമ്പോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമ്മൾ നിലവിളി തുടങ്ങും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടാ ചങ്ങാതി, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ വരുന്നത്. രണ്ടും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. നിനക്ക് രോഗം തന്നാ, നിനക്ക് നീ എന്താ വിചാരിച്ചേ ഓസിന് പോകാൻ പറ്റും സ്വർഗ്ഗത്തിൽ നിന്ന്? ഓസിന് കയറി പോകാൻ പറ്റുമോ? സ്വർഗ്ഗത്തിൽ പോകണമെങ്കിൽ കഷ്ടപ്പാടിന്റെ സഹോദര, ഒരുപാട് പ്രയാസമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും പറയണം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പഠിക്കൂ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിനക്ക് നിന്റെ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട എന്തു പറയണം? ഉള്ളത് പറ, എന്തു പറയണം?
ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ട എന്ത് പറയണം? അൽഹംദുലില്ലാ. കച്ചവടം നഷ്ടത്തിലായിപ്പോ എന്ത് പറയണം? ലക്ഷങ്ങളുടെ കടം വന്നു എന്ത് പറയണം? നിനക്ക് മാരകമ ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറയുന്നു എന്ത് പറയണം? എന്ത് പറയണം? 10ാം ക്ലാസ്സിൽ തോറ്റുപോയി എന്ത് പറയണം? എന്ത് പറയണം? അൽഹംദുലില്ലാ പറയണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയൂലതാ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ജീവിതത്തിൽ പ്രയാസം വരുമ്പോ പറയണം. ഇതൊക്കെ നീ എന്താ വിചാരിച്ചത്? അള്ളാഹിക്ക് എന്തോ ദേഷ്യം ഉണ്ടാ ഉസ്താദ്? അള്ളാഹിക്ക് എന്താ നിന്നെ മാത്രം ഇട്ട് ഉരുക്കണമെന്നെന്താ? എടാ, അള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല അള്ളാഹ് നിനക്ക് മക്കളെ തരാത്തത്. ഉസ്താദെ 12 കൊല്ലമായി ഉസ്താദെ മക്കളില്ല. എന്താ അള്ളാഹ് മക്കളെ തരാത്തത്? നിന്നോട് വെറുപ്പുള്ളത് കൊണ്ട്? നിന്നെ കിടന്ന കിടപ്പിൽ കിടത്തി മലമൂത്ര വിസർജനം നടത്തിക്കുന്നത് അള്ളാഹിക്ക് എന്താ നിന്നോട് വല്ല കോപമുണ്ടായിട്ടാ? നീ ഇത്രയും കൊല്ലമായിട്ട് നീ ഏത് കച്ചവടം ചെയ്താലും പൊട്ടിപ്പോകണല്ലോ. എന്തേ? അള്ളാഹിക്ക് വെറുപ്പുള്ളത് കൊണ്ടാ? അല്ല, സ്നേഹമുള്ളത് കൊണ്ട്. അത് മനസ്സിലാക്ക്. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അബൂജഹലിനായിരുന്നില്ല, ഉത്ബത്തിനായിരുന്നില്ല, നമ്രൂദിനായിരുന്നില്ല, ഖാറൂനിനായിരുന്നില്ല, ഫിർഔനിനായിരുന്നില്ല. 1,24,000 പരം വരുന്ന പ്രവാചകന്മാർക്കാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർ. ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്താ അള്ളാഹിക്ക് വെറുപ്പുണ്ടായിട്ട? ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരിച്ചില്ലേ? ഉപ്പാനെ കണ്ടിട്ടുണ്ടോ നബിതങ്ങള്? ഉമ്മാനെ കണ്ട് കൊതി തീർന്നിട്ടുണ്ടോ? എടോ, നബിതങ്ങൾ അള്ളാഹു പരീക്ഷിച്ചില്ലേ? എന്താ? വെറുപ്പുള്ളത് കൊണ്ടാ? സ്നേഹം കൂടിയാൽ അങ്ങനെ. അള്ളാഹിക്ക് സ്നേഹം കൂടിയാൽ അങ്ങനെ. അള്ളാഹ് അളന്നു നോക്കും നമ്മളെ ഒന്ന്. അള്ളാഹു നമ്മുടെ ഈമാനിനെ അളക്കും. അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഇപ്പൊ എല്ലാവർക്കും പേടിയാടോ നമുക്ക്? അള്ളാഹിനൊന്നും പേടിയില്ല നമുക്കിപ്പോ പേടി എന്തേ? ഉസ്താദെ, ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു, പൗരത്വ ബില്ല് പാസ്സാക്കാൻ പോകുന്നു, ഇന്ത്യയുടെ പേര് മാറ്റാൻ പോകുന്നു, എല്ലാ സംസ്ഥാനങ്ങളും അവര് പിടിക്കണു, നമ്മൾ എങ്ങോട്ട് പോകും ഉസ്താദെ? നമ്മുടെ ടെൻഷൻ ഇതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമുക്കൊരു പേടി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പേടി ഇതാ. അള്ളാഹു നമ്മുടെ പേടി മാറ്റി തരുമാറാകട്ടെ. ഉസ്താദ്, പൗരത്വ ബില്ലൊക്കെ പാസ്സാക്കിയ നമ്മൾ എവിടെ പോകും? എടാ, നീ പോകേണ്ടടുത്ത് പോകണം. എവിടെ പോകണം? ഞാൻ ചിന്തിക്കുന്നത്, മുസ്ലിം ഉമ്മത്ത് ഭയമാടോ? മുസ്ലിം ഉമ്മത്തിനൊരു പേടി വന്നുപോയി. ഈ പേടി അള്ളാനുണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് വരുമോ? എനിക്ക് നിങ്ങൾക്കും. നമ്മൾ അള്ളാനെ ഭയന്നിരുന്നെങ്കിൽ നമുക്ക് ഗതി വരുമോ? എന്തിനാ ചങ്ങാതി നീ എന്ത്? മുസ്ലിം ആണെന്നുള്ള ബോധം പോലും ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയില്ലേ? മുസ്ലിമാണെന്നുള്ള ബോധം പോലും ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയി. അള്ളാനൊന്നും ആർക്കും പേടിയില്ലടോ. മനുഷ്യന്മാരിയ പേടി. എത്ര വലിയ ഖാറൂനും നമ്രൂദും ഫിറൗനൊക്കെ ജീവിച്ചിരുന്ന ദുനിയാവുണ്ടാ? എവിടെ ഇല്ലാണോ? എവിടെ പോയടാ ചങ്ങായി? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാനെ ഭയന്ന് ജീവിക്ക സഹോദര. വരും പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉമ്മാടെ വയറ്റി കിടന്നപ്പോഴേ സിറാജിന്റെ മരണം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ആരാ തട്ടിമാറ്റാൻ പറ്റുക? നിങ്ങളുടെ പള്ളിയിലെ ഇമാം ഉമ്മാടെ വയറ്റി കിടന്നപ്പോ തന്നെ ഇമാമിന്റെ മരണം അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് ഉമ്മാടെ വയറ്റി കിടന്നപ്പോ അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നല്ലേ നീ തിന്നേണ്ട ഭക്ഷണം എവിടെ? ഇന്ന് നീ മരിക്കുന്ന കാലം വരെ തിന്നേണ്ട ഭക്ഷണം. ഇന്നലെ കണ്ണൂരായിരുന്നു എനിക്ക് ഭക്ഷണം, ഇന്ന് നിങ്ങളുടെ നാട്ടിലെ ഹോട്ടലിലാ. നാളെ എനിക്ക് എവിടാണെന്ന് അള്ളാഹ്ക്ക് അറിയൂ. ഓരോ മനുഷ്യൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പോലും അള്ളാഹു പേരെഴുതി വെച്ചിട്ടുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാനെന്ന് ആർക്കും വേണ്ടടോ. അള്ളാഹയെ കുറിച്ച് ആദ്യം പഠിക്ക്. നീ അള്ളാഹ് ആരാണെന്ന് പഠിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറഞ്ഞെന്തെന്നറിയോ? എന്താ ഖുർആൻ ഓതാത്തെ? അത് ഖത്ത ഓതി തീർക്കാനുള്ളതാ? ആരെങ്കിലും മരിക്കും ഓതാനുള്ളതാ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുമടോ. ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കുകയാണ്. എങ്ങനെയാണ് പരീക്ഷിക്കുന്നത്? وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُمْ مُصِيبَةٌ قَالُوا إِنَّا
ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹ് പറയുകയാ 7 പരീക്ഷണം ഞാൻ എന്റെ അടിമകളെ പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം തരും ഞാൻ നിനക്ക്, നിന്നെയൊക്കെ ഞാൻ വിറപ്പിക്കും. അല്ലാഹ് പറയുകയാ, ഏ മുസ്ലിമേ, നിന്നെ ഞാൻ ഭയപ്പെടുത്തും, പേടിപ്പിക്കും. മുസ്ലിം എന്ന് പറയാൻ നീ പേടിക്കുന്ന ഒരവസ്ഥ വരും. ശത്രുക്കൾ മുഴുവനും കൊന്നുകളയുമെന്ന് പറഞ്ഞ് നിന്നെ വളയും, നിന്നെ ഞാൻ ഭയപ്പെടുത്തും. അപ്പോഴും നീ പറയണം ഞാൻ മുഅ്മിനാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ ഇവിടെയും 4 ഓലപ്പടക്കം പൊട്ടിച്ചപ്പോഴേ നീ പേടിച്ചു തുടങ്ങിയെങ്കിൽ ഇനി അമുട്ടൊക്കെ പൊട്ടിക്കുമ്പോ നീ എന്ത് ചെയ്യും ചങ്ങായി? ഞാനതാ ചോദിക്കാം. എവിടെയെങ്കിലും 4 പൊട്ടാസ് പൊട്ടിച്ചപ്പോഴേ നീ പേടിച്ചെങ്കിൽ ഇനി എന്തൊക്കെ? എടോ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബോറടിക്കണ്ട, നിർത്താൻ പാടണ്ട. ബോറടിക്കണമെങ്കിൽ പറഞ്ഞേക്കണം. കാരണം ഉസ്താദ് നിസ്കരിക്കുമ്പോ ചെറിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാവൂ. കാരണം എന്ത്? നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് നിസ്കരിക്കാം, ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, യാത്രക്കാരുണ്ട്, അത്യാവശ്യമുള്ളവരുണ്ട്, ഇല്ലേ? അപ്പൊ ഉസ്താദ് ഇങ്ങനെ വലിയ സൂറത്ത് ഓതി നിസ്കരിക്കുവാണെങ്കിൽ ഈ പുറകെ നിൽക്കുന്ന ചങ്ങാതി വിചാരിക്കുക, എന്താ ഇയാള് ഹത്ത ഓതുന്നോന്ന് ചിന്തിക്കൂല്ലേ? ഇവിടെ നിസ്കരിക്കുന്ന സമയത്ത് പോലും തന്റെ പുറകിൽ നിൽക്കുന്നവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ പിന്നെ വയല് കേൾക്കാൻ വന്നവരെ പ്രയാസപ്പെടുത്താൻ പാടുണ്ടോ? ഇല്ല. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കൂല്ലെങ്കിൽ നിർത്തും. വേണോ വേണ്ടയോ? വേണമെന്നുള്ളവര് കൈപൊക്കിക്കേ, വേണമെന്നുള്ള പെണ്ണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വളയും മോതിരൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുമ്പോ തരണം കേട്ടാ, ഞാൻ ചോദിക്കുമ്പോ ഇതുപോലെ പൊക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജറ പോവാ മക്കയിൽ നിന്ന് മദീനയിലേക്ക്. നീ എന്താ വിചാരിച്ചേ? ഈ NRC ഒക്കെ വരുമ്പോ ഇവിടെ പണ്ട് നടന്നിട്ടില്ല NRC. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്ന സഹാബത്തിനോട് ഖുറൈശികൾ പറഞ്ഞു, നീയും നിന്റെ അല്ലാഹയും മുഹമ്മദും കൂടെ പൊക്കോളാൻ, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും വിട്ടിട്ട് പോവാൻ. ഖുറൈശികൾ പറഞ്ഞു, സഹാബത്തിനോട് പറഞ്ഞു, പണവും നീ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ, എന്നിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയും അല്ലാഹയും മുഹമ്മദും പൊക്കോളാൻ. അവര് കളഞ്ഞിട്ട് പോയടോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഹിജറ പോകാൻ തീരുമാനിച്ചപ്പോ എല്ലാരും പറഞ്ഞു, ഇബ്ലീസ് പോയി പറഞ്ഞു കൊടുത്തു, മുഹമ്മദ് നാടുവിടാൻ പോവാ, കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി കൊന്നോണം. അങ്ങനെ നബി തങ്ങളുടെ വീട് വളഞ്ഞു. ഉരിപിടിച്ച വാളുമായി ശത്രുക്കൾ മുഴുവനും, യോദ്ധാക്കൾ മുഴുവനും ആരുടെ കയ്യിൽ കിട്ടുന്ന കൊല്ലണം. എല്ലാവന്മാരും തയ്യാറായി വാളും പിടിച്ചോണ്ടിരിക്കുക. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ തങ്ങളോട്, അലിയാരി തങ്ങളോട് ചോദിക്കുന്നു, അലിയെ നീ കിടക്കോ ഇവിടെ? ഞാൻ കിടക്കാൻ നബിയെ, എനിക്കെന്നാ പേടി? അബൂബക്കർ സിദ്ദീഖ്, ഉമർ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കടത്തി. നബി തങ്ങൾ വീടിന്റെ വാതിൽ തുറക്കാൻ സമയമായപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു പിടി മണ്ണ് വാരണം, എന്നിട്ട് സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ, നമ്മൾ എപ്പോഴും ഓതുന്ന ആയത്തല്ലേ. ഈ ആയത്ത് അങ്ങോട്ട് ഓതിയിട്ട് ആ ഒരു പിടി മണ്ണിനകത്ത് ഊതണം, വാതില് തുറക്കണം, 4 ഭാഗത്തേക്കും വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പൊക്കോളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബിതങ്ങളോട് പറഞ്ഞു കൊടുത്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ ഒരു പിടി മണ്ണുവാരി ഈ ആയത്തോതി ഊതിയിട്ട് വെളിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവന്മാരുടെ കണ്ണിന്റെ മുമ്പിലൂടെ നടന്നുപോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. AK-47 പിടിച്ചോണ്ടാണോ പോയേ? ആറ്റം ബോംബ് കയ്യിൽ പിടിച്ചോണ്ടാണോ പോയെ? 5 നേരം നിസ്കരിക്കുന്ന നിസ്കാര തഴമ്പുള്ള ഒരു വാപ്പാടെ കാൽ ചുവട്ടിൽ കിടക്കുന്ന മണ്ണിനും പവറുണ്ടോ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 5 നേരം നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന മണ്ണിന് പോലും പവറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിപ്പോയി. ചരിത്രം പഠിച്ചവനല്ലേ. അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറക്കുന്നുണ്ട്. നബിതങ്ങൾ ഞെട്ടി ഉണരുന്നു. എന്തേ അബൂബക്കറെ? ശത്രുക്കൾ എത്തി നബിയെ. ഗുഹയുടെ മുകളിൽ താഴേക്ക് നോക്കിയ നമ്മളെ പിടിക്കും, നമ്മളെ കൊന്നുകളയും. അവൻ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോട് പറയുകയാ, ഞാനും നീയും മാത്രമല്ല, നമ്മൾ 2 പേരുമല്ല, 3-മതൊരാള് നമ്മുടെ കൂടെയുണ്ട്. ആരാ? അബൂബക്കറെ.
ആരാ അബൂബക്കർ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാർ. ഈ മുകളിൽ നിൽക്കുന്നവൻ കാലിലേക്ക് നോക്കണോ എന്ന് തീരുമാനിക്കുന്ന അല്ലാഹ്. ആ അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? പേടിക്കാനാ? എടോ, ശത്രുവിന്റെ വലുപ്പം കണ്ട് ഭയപ്പെടരുത്. ശത്രുവിന്റെ വലുപ്പം കണ്ട് ഭയപ്പെടരുത്. പടച്ചവനെ, അതാ നീ യുദ്ധം നടന്ന ഇസ്ലാമിക യുദ്ധമെടുത്ത് ഏത് യുദ്ധം വേണമെങ്കിലും നീ എടുത്തു നോക്ക്. ഭൂരിപക്ഷം ഇന്ന് വരെ ജയിച്ചിട്ടില്ലടോ. ന്യൂനപക്ഷമാ ജയിച്ചത്. ന്യൂനപക്ഷമാ ജയിച്ചത്. മഗ്രിബിന് പള്ളിയിലെ ഇമാം ഓതുന്ന സൂറത്താ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ. എന്താണ് പറയുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ ആനയെന്ന് പറയുന്ന ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാമെന്ന അബ്രഹത്തിന്റെ ആനപ്പടയെ കുറിച്ച് അല്ലാഹു പറയുകയാ. കഅബാലയം പൊളിക്കാൻ ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അബ്രഹത്തും തന്റെ അനുയായികളും കൂടെ കഅബാലയം പൊളിക്കാമെന്നപ്പോ അല്ലാഹു തകർത്ത് കളഞ്ഞത് ഏറ്റവും ചെറിയ കിളിയായ കുരുവിയെ കൊണ്ടാ. ഏറ്റവും ചെറിയ കിളി കുരുവി. ആ കുരുവിയെ കൊണ്ട് അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞടോ. പശു പുല്ല് തിന്നിട്ട് ബാക്കി വരുന്നത് ചവിട്ടി തേച്ചതുപോലെ അല്ലാഹു വരെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്നാ പേടിക്കാനാ? അല്ലാഹു നമ്മുടെ കൂടെ. അല്ലാഹു നമുക്ക് നമ്മുടെ കൂടെ അല്ലാഹു ഉണ്ടാകണം. അതിനുവേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് അല്ലാഹുവില്ല, ആരുമില്ല. ഇന്ന് നമ്മുടെ കൂടെ ആരുമില്ല. അള്ളാഹിനെ കൂടെ നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം ഇപ്പൊ നമുക്കുള്ളത്. നീ ആദ്യം ദീൻ അനുസരിച്ച് ജീവിക്ക്. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനും മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഖുർആനും നബിതങ്ങളുടെ സുന്നത്തും നിന്റെ ജീവിതത്തിൽ മുറുകെ പിടിച്ച നീ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ആര് കൂടെയുണ്ടെങ്കിലും നീ പരാജയപ്പെടും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു പരീക്ഷിക്കും. അല്ലാഹു നിന്നെ പേടിപ്പിക്കും. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂ. പട്ടിണി തരും. അല്ലാഹു നിനക്ക് പട്ടിണി തരും. നബിതങ്ങൾ അല്ലാഹു ഭയപ്പെടുത്തിയില്ലേ? ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് ആരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇവിടെ 3 കൊല്ലമടോ ശഅബു അബീ താലിബിന്റെ മലഞ്ചെരിവിൽ 3 കൊല്ലം പച്ചില പറിച്ച് കഴിച്ചുകൊണ്ട് നബിതങ്ങളും കുടുംബവും കഴിഞ്ഞു. ഇല പറിച്ച് തിന്നിട്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇല തിന്നിട്ടുണ്ടോ? വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാനോ നിങ്ങളെ ഇല തിന്നിട്ടുണ്ടോ? നമ്മൾ ഇല തിന്നും. എപ്പോഴാണെന്നറിയാവോ? മട്ടൻ മന്തി തിന്നിട്ട് ദഹിക്കാൻ വേണ്ടി കുറച്ച് ഇല വാരി തിന്നും. ഇതാ നമ്മൾ ഇലയും തമ്മിലുള്ള ബന്ധം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ കുടുംബവും 3 കൊല്ല ഇല തിന്നടോ. നബിതങ്ങളുടെ വീട്ടിൽ മാസങ്ങളോളം തീ പുകഞ്ഞിട്ടില്ല. അറിയോ? അത്രയ്ക്കും പട്ടിണി കിടന്നിട്ടുണ്ട്. അനുചരന്മാര് 1 കല്ല്, നബിതങ്ങൾ 2 കല്ല്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എടോ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ പറഞ്ഞു, നിനക്ക് ഞാൻ പേടി തരും, നിനക്ക് ഞാൻ ഭയം തരും, നിനക്ക് ഞാൻ പട്ടിണി തരും, നിന്നെ സാമ്പത്തികമായി ഞാൻ തകർക്കും, നിന്റെ കച്ചവടങ്ങൾ ഞാൻ തകർക്കും, നിന്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കും, നിനക്ക് രോഗം തരും, നിനക്ക് ഞാൻ രോഗങ്ങൾ തരും, നിന്റെ മക്കളെ ഞാൻ മരിപ്പിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു എന്ത് പരീക്ഷണം തന്നാലും നിന്റെ സ്വന്തം മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അല്ലാഹു മലക്കുകളോട് ചോദിക്കും, അവന്റെ കരളിന്റെ കഷ്ടത്തിനെ പറിച്ചു കൊണ്ടുവന്നപ്പോ അവൻ എന്താ പറഞ്ഞെന്ന്. ഒരു പിതാവ് തന്റെ പൊന്നുമകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അല്ല ചോദിക്കവൻ എന്താ പറഞ്ഞെന്ന്. അല്ലാഹുവേ, മലക്കുകൾ പറയുന്നു, പടച്ചവനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചവനെ, എന്തൊരു മനുഷ്യനാ അല്ലാഹ്. ഇത്രയും വലിയ ഒരു പരീക്ഷണം കൊടുത്തപ്പോഴും അവൻ പറയണത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. അവൻ നിന്നെ സ്തുതിക്കുന്നു പടച്ചവനെ. അല്ല പറയുകയാ, മലക്കുകളെ, സ്വർഗത്തിലൊരു വീട് പണിയേ, സ്വർഗത്തിലൊരു വീട് പണി, എന്നിട്ട് ആ വീടിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്ന് എഴുതി വെക്കാൻ നബിയിന റസൂലുള്ളാഹി. എടോ, അൽഹംദുലില്ലാ പറയുന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് എന്ന് പറയുന്ന ഒരു വീട് തന്നെ അല്ലാഹു പണിതു തരും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇനി പറ, സുഖമാണോ? സുഖമാണോ? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്?
കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. പണമൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. എന്ത് ചോദിച്ചാലും അൽഹംദുലില്ലാ അൽഹംദുലില്ലാ പഠിക്ക്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ അൽഹംദുലില്ലാ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം? എന്താ അൽഹംദുലില്ലാ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം? ഇത് പറയാവൂ? ആര് ചോദിച്ചാലും അൽഹംദുലില്ലാ. ഒരാൾ ചോദിക്കുക കച്ചവടം എങ്ങനെയുണ്ട്? അളിയ വൈകുന്നേരം ആകുമ്പോൾ 2000 കയ്യിൽ കിട്ടും, 3000 കയ്യും കിട്ടും, അടിപൊളിയാ കച്ചവടം. അപ്പൊ ഈ കേൾക്കണ ഞങ്ങാതി വിചാരിക്കും ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ല അല്ലാ. നിന്റെ അടുത്ത കച്ചവടക്കാരൻ വിചാരിച്ചത് ഇവനെന്താ അല്ല ഒന്നും പിടിക്കാത്തെ. ചിലപ്പോ ഓന് വല്ല മുട്ടയോ തകിടോ കുഴിച്ചിടാൻ തോന്നും. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമിന എങ്ങനെയുണ്ട്? ഭർത്താവിന് എങ്ങനെയുണ്ട്? ആയിഷാത്ത ചോദിക്കും. ആമിനത്തെ പറയും ഒന്നുമില്ലടി, ആകെ പോയി മച്ചാട എല്ലാം പോയി, ഗൾഫിൽ നിന്ന് പൈസ ഒന്നും ഇല്ല, ആകെ ഇപ്പൊ ബുദ്ധിമുട്ടാ, പ്രയാസവാ. അപ്പൊ ആയിഷ പറയും ഒരുത്തി എത്തിങ്ങാനേലായല്ലോ. അവളെ മനസ്സിലതാ. എന്തിനാ? അൽഹംദുലില്ലാ പറയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാ. അൽഹംദുലില്ലാ പറഞ്ഞപ്പോ അല്ലാഹു കൊടുത്ത ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും ദുഃഖമുണ്ട്. ദുഃഖവും പ്രയാസവും ദുരിതവും ഇല്ലാത്ത ഒരാളുമില്ല. ഈ സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്. അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. എന്തു പ്രയാസം വന്നാലും നീ ദുഃഖിക്കരുത്. എന്ത് പ്രയാസം വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും ആവലാതിയും കരഞ്ഞു വിളിച്ച് ആവലാതിയും പറഞ്ഞ് ഞാൻ പള്ളിക്ക് കൊടുത്തവനാ, ഞാൻ സദസ്സിൽ പോകുന്നവനാ, ഞാൻ ഉസ്താദന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നവനാ, എന്നിട്ട് ഇത് വന്നല്ലോ പറയരുത്. എന്തു പരീക്ഷണം തന്നാലും ക്ഷമിക്കണം. അള്ളാഹു അതിനുള്ള മനസ്സ് നൽകുമാറാകട്ടെ. അള്ളാഹു മനസ്സ് നൽകുമാറാകട്ടെ. അതിനൊരു വഴിയുണ്ട്. എടോ, എത്ര കടമുണ്ടെങ്കിലും എന്തു പ്രയാസമുണ്ടെങ്കിലും മനസ്സിൽ ധൈര്യം കിട്ടാൻ ഒരു വഴിയുണ്ട്. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞുതരട്ടെ. എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറയാനുള്ള ഒരു വഴി പറഞ്ഞു തരട്ടെ. ഡോക്ടർ വന്നിട്ട് പറയാ നിങ്ങളുടെ ടെസ്റ്റിന്റെ റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് പറയുമ്പോ ആരെങ്കിലും അൽഹംദുലില്ലാ പറയുവോ? ഉള്ളത് പറയോ? എന്ത് പ്രയാസം വന്നാലും അൽഹംദുലില്ലാ പറയാനൊരു വഴിയുണ്ട്. ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടേ കാര്യമുള്ളൂ. മന്തി ബിരിയാണി തിന്നിട്ടിരിക്കുന്നവന് കൊടുത്തിട്ട് കാര്യമില്ല. വേണോ വേണ്ടേ? വേണം. ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? നിങ്ങളുടെ നാട്ടിലില്ലേ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? ഉണ്ടോ? ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ടോ? ഉണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾ പറഞ്ഞു ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിനക്ക് അല്ലാഹ് ഇപ്പൊ ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? പറ, എന്തിനാ ഇപ്പൊ അല്ലാഹ് ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? എടോ, ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമുണ്ടെങ്കിൽ നീ മനസ്സിലാക്ക്, നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? പറ മനുഷ്യന്മാരെന്ത്? ഈ ദുഃഖം എന്താ? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാ. കാത്തിരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറ അൽഹംദുലില്ലാ. ഇത്ര സൗണ്ടേ ഉള്ളോ? അല്ലാഹുവേ, ഈ അൽഹംദുലില്ലാ പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ഇനി അൽഹംദുലില്ലാ പറ. ഇത്രേ ഉള്ളോ ശബ്ദം? അൽഹംദുലില്ലാ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു അൽഹംദുലില്ലായുടെ പ്രതിഫലം പറയാം. വില്ലേജ് ഓഫീസർ അല്ലേ ഇപ്പൊ ഇരിക്കണത്? അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ചങ്ങായി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലായുടെ പ്രതിഫലം പറയാ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, തന്റെ പൊന്നാര മകനെ വല്ലാത്ത ഇഷ്ടമാണ് പെങ്ങള്. എവിടെ പോയാലും വാപ്പയും മകനുമാണ് നടക്കുന്നത്. വല്ലാത്ത ഇഷ്ടമായിരുന്നു അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ തന്റെ ഭാര്യയായ ഉമ്മു സുലൈമിന്റെ കയ്യിലേക്ക് തന്റെ പൊന്നാര മകനെ പിടിച്ചു കൊടുക്കുകയാ. മകനെ പിടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ പൊന്നുമോനെ നല്ലതുപോലെ നോക്കണേ. ഗൾഫിൽ പോകുന്ന വാപ്പാ തന്റെ ഭാര്യയോട് മക്കളെ നോക്കണേ എന്ന് പറയുന്നത് പോലെ അവിടെ നിന്ന് തന്റെ പൊന്നാര മകനെ നോക്കണേ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. തന്റെ മകന് പനി പിടിക്കുകയാണ്. എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി മാറുന്നില്ല. രോഗം ഇങ്ങനെ കൂടുകയാണ്. വാപ്പ വീട്ടിലില്ല. മകൻ രോഗം പിടിച്ച് കിടക്കുകയാണ്. ഉമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. സുബ്ഹാനല്ലാഹ്.
അവസാന രോഗം അവിടെ നിന്ന് കൂടുകയാ. രോഗം അവിടെ നിന്ന് കൂടുകയാ. തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് തന്റെ പൊന്നാര മകനങ്ങ് മരണപ്പെടുകയാ. പടച്ച റബ്ബേ, ഉമ്മു സുലൈം ഇരുന്ന് കരയുകയാണ്. തന്റെ പൊന്നാര മകന് മരണപ്പെട്ടപ്പോ ഉമ്മയ്ക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ. ഏതു മാതാവിനാടോ തന്റെ പൊന്നാര മക്കള് മരിച്ചാ താങ്ങാൻ പറ്റുക? അവസാനം അല്ലാഹ് നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പൊന്നുമകൻ മരിച്ചുപോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ക്ഷമിക്കും മുസുലൈ, അല്ലാഹുവിനെ നന്ദി രേഖപ്പെടുത്തും മുസുലൈ. അൽഹംദുലില്ലാഹ് പറ മുസുലൈ. പടച്ചവനെ, തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടപ്പോ ഉമ്മു സുലൈമിനോട് പറഞ്ഞു, ക്ഷമിക്കാറ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. പടച്ചവൻ നിനക്ക് തരും ഉമ്മു സുലൈ. ഈ ദുഃഖത്തിന് പകരം അല്ലാഹു നിനക്ക് തരും ഉമ്മു സുലൈ. പടച്ചവനെ, ഉമ്മു സുലൈം അൽഹംദുലില്ലാഹ് പറയുകയാ. തന്റെ പൊന്നാര മകന്റെ ജനാസ ഖബറടക്കി. തന്റെ പൊന്നാര മകന്റെ ജനാസ ഖബറടക്കി. പടച്ചവനെ, ദിവസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈമിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. കാരണമെന്തെന്നറിയോ? മകൻ മരിച്ച വാർത്ത ഭർത്താവ് അറിഞ്ഞിട്ടില്ല. തന്റെ ഭർത്താവ് നാളെ വീട്ടിലേക്ക് വരികയാണ്. പൊന്നുമകൻ മരിച്ച വേദന, മരിച്ച മരണ വാർത്ത അറിയാതെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ എന്ത് ചെയ്യുമല്ലാ, എന്ത് പറയുമല്ലാ? ഉമ്മു സുലൈമിന് ഉറക്കമില്ലടോ. എന്ത് ചെയ്തെന്നറിയോ? പടച്ചവനെ, കുളിച്ചൊരുങ്ങിയിട്ട് എല്ലാ വേദനകളും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് വീടിന്റെ വാതിലിൽ പോയിട്ട് യാത്ര കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ സ്വീകരിക്കാൻ നിൽക്കുകയാ. അവളാണ് ഭാര്യ, അവളാണ് ഭാര്യ. പടച്ചവരെ, ഭാര്യ ആരാണെന്നറിയോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നട്ടുച്ച വെയിലത്ത് കിടന്ന് ജോലി ചെയ്തിട്ട് തളർന്ന ശരീരവുമായി വീട്ടിലേക്ക് കയറി വരുമ്പോ വീടിന്റെ കവാടത്തിൽ കാത്തു നിന്നിട്ട് തളർന്ന് വീട്ടിലേക്ക് കയറി വരുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് പടച്ചവനെ ചേർത്ത് പിടിച്ചിട്ട് തന്റെ ചുമലിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ഭർത്താവിന്റെ നെറ്റിത്തടം തുടച്ചു കൊടുക്കുന്ന ഭാര്യ. അവളാടോ ഭാര്യ. അബൂതൽഹ തങ്ങളെ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ മകൻ മരിച്ചെന്ന് പറഞ്ഞില്ല, നിലവിളിച്ചില്ല. എല്ലാം മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുകയാണ്. അവിടെ നിന്ന് സലാമടക്കി വീടിനകത്ത് കയറി. എവിടെ എന്റെ മകനെവിടെ? ഉമ്മു സുലൈ. പൊന്നാര മകനെവിടെന്ന് ചോദിക്കുമ്പോ മരിച്ചെന്ന് പറഞ്ഞില്ല. പടച്ചവനെ, ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. റബ്ബേ, കഴിക്കാൻ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം ചിന്തിച്ചു, അല്ലാ, തന്റെ ഭർത്താവിന് ആഗ്രഹമുണ്ടാകുമല്ലോ. രണ്ടുപേരും കിടപ്പറയിൽ കയറി ശാരീരികമായി ബന്ധപ്പെട്ടു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ അബൂതൽഹ തങ്ങളുടെ നെഞ്ചിൽ ഇങ്ങനെ കിടക്കുകയാണ്. തന്റെ നെഞ്ചിടത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹാ, എനിക്കൊരു സംശയമുണ്ട് തൽഹാ, എനിക്കൊരു സംശയമുണ്ട് തൽഹാ. എന്താണ് സംശയമെന്നറിയോ? ഒരാള് അമാനത്തായ ഒരു വസ്തു നമ്മുടെ കയ്യിൽ തന്നോ, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ? ഇതാണ് ഈമാനുള്ള പെണ്ണ്, ദീനുള്ള പെണ്ണിതാണ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തുങ്കഹുൽ മർഅതു ലിഅർബഈന, 4 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി പറഞ്ഞല്ലോ. നിങ്ങൾ സമ്പത്ത് മാത്രം നോക്കരുത്, സൗന്ദര്യം മാത്രം നോക്കരുത്, കുടുംബമുഖം മാത്രം നോക്കരുത്. ദീൻ നോക്കണമടാ ചെറുപ്പക്കാരാ. അബൂതൽഹ തങ്ങളുടെ ഭാര്യയ്ക്ക് ദീനുണ്ടായിരുന്നു. അവള് ചോദിക്കുന്നു, തൽഹാ, ഒരാൾ
ഒരാൾ അമാനത്തായി നൽകിയ വസ്തു തിരിച്ചു ചോദിച്ചാ കൊടുക്കണോ? കൊടുക്കണം പെണ്ണ്. അറിയില്ലേ നിനക്ക് അമാനത്തായി തന്നത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമല്ലോ. അബൂ തൽഹ തങ്ങൾ മറുപടി പറയുമ്പോ ഉമ്മു സുലൈം കരയുകയാ. അതുവരെ പിടിച്ചിരുന്ന എല്ലാ വേദനകളും അങ്ങ് കൈവിട്ടു പോവുകയാണ്. ഉമ്മു സുലൈം കിടന്ന് കരയുകയാണ്. എന്തിനാ പെണ്ണേ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? അബൂ തൽഹ തങ്ങളോട് പറയുകയാ, അല്ലാഹു അമാനത്തായി നമുക്ക് തന്ന മകനുണ്ടല്ലോ, ആ മകനെ അല്ല തന്നെ തിരിച്ചെടുത്തു. നമ്മുടെ പൊന്നാര മകനെങ്ങും മരിച്ചുപോയി. അബൂ തൽഹ തങ്ങള് താഴേക്ക് വീഴുകയാണ്. തന്റെ പൊന്നാര മകൻ മരിച്ചെന്ന് കേട്ടപ്പോ താങ്ങാൻ പറ്റിയില്ലടോ. വല്ലാത്ത സങ്കടമായി. പടച്ചവരേ, ഏറ്റവും വലിയ വിഷമം എന്തെന്നറിയോ? എന്നോട് പറഞ്ഞില്ലല്ലോ. വീട്ടിൽ കയറി വന്നപ്പോ എന്റെ ഭാര്യ മരിച്ച കാര്യം പറഞ്ഞില്ലല്ലോ. ഇവളെന്നെ കിടപ്പറയിൽ വിളിച്ചു കയറ്റിയല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെല്ലുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഉമ്മു സുലൈമിനെ വേണ്ട നബിയേ, ഉമ്മു സുലൈമിനെ വേണ്ട നബിയേ. എന്തേ അബൂ തൽഹ മകൻ മരിച്ചത് പറഞ്ഞില്ല നബിയേ? ഇവളെന്നെ കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റി നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, തൽഹ, ഇങ്ങനെ ഒരു ഭാര്യ നിനക്ക് അല്ലാഹു നൽകിയില്ലേ? ഏതുമ്മയ്ക്കാടോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നന്ദ് പ്രസവിച്ച തന്റെ പൊന്നാര മകൻ മരിച്ച ഏതുമ്മയ്ക്കാ താങ്ങാൻ പറ്റുക? തന്റെ പൊന്നാര മകൻ മരിച്ച വേദന മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് വീട്ടിലേക്ക് വന്ന് നിന്നെ വേദനിപ്പിച്ചില്ലല്ലോ, നിന്റെ മനസ്സ് സങ്കടപ്പെടുത്തിയില്ലല്ലോ. ശമിക്കബൂ തൽഹ, ഇല്ലാ യളമൽ ജസാ മയളമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട് അബൂ തൽഹ. നിങ്ങൾക്ക് അല്ലാഹു ഒരു ആൺകുഞ്ഞിനെ തരും അബൂ തൽഹ. പോയ മകന് പകരം അല്ലാഹു ഒരു മോനെ തരും അബൂ തൽഹ. നബി തങ്ങൾ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ ഉമ്മു സുലൈം ഗർഭിണിയാവുകയാണ്. 9.5 മാസം കഴിഞ്ഞു. ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയാണ്. തന്റെ പൊന്നാര മകനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് നബി തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. നബിയേ, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ. അൽഹംദുലില്ലയുടെ പ്രതിഫലമാണ്. ഉമ്മു സുലൈം അവിടുന്ന് പ്രസവിച്ചു. തന്റെ പൊന്നാര മകനെ നബി തങ്ങളുടെ മുമ്പിൽ കൊണ്ടുപോയി അബ്ദുല്ലാഹ് എന്ന് പേരിട്ടു. റസൂലുള്ളാഹി തങ്ങൾ പേരിട്ടു. തന്റെ വായിക്കകത്ത് വെച്ച് കഥാകാരയ്ക്ക ചവച്ചരച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് മുത്തി നബി തന്നെ കൊടുത്തടോ. അവിടുന്ന് മധുരം കൊടുത്തു. പടച്ചവനെ അബ്ദുല്ലാഹ് ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. ഹാഫിളായി പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. പ്രായപൂർത്തിയായി. അവിടുന്ന് വിവാഹം കഴിച്ചു. 11 മക്കൾ ജനിച്ചു. 11 മക്കൾ മഹാഫുളീങ്ങളായി. ഇതാടോ അൽഹംദുലില്ലാഹ്, ഇതാടോ അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്ന ഉമ്മ, അല്ലാഹ് രോഗം തന്നാലും പ്രയാസം തന്നാലും സങ്കടപ്പെടല്ലേ, അപരാധി പറയല്ലേ, പരാതി പറയല്ലേ, നിരാശ വേണ്ട ഉമ്മ. നബി തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി വനിത വന്നിട്ട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എനിക്ക് അവസ്മാരത്തിന്റെ രോഗമാണ് നബിയേ, വല്ലാത്ത വേദനയാ നബിയേ, എപ്പ എവിടെ വെച്ചാട് വരുന്നതെന്നറിയില്ല നബിയേ, വായിലൂടെ പതയും നുരയും വരുന്ന അപസ്മാരമെന്ന് പറയുന്ന രോഗമുള്ള പെണ്ണാട്. നബി തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ നബിയേ, രോഗം മാറാ ദുആ ചെയ്യണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് കരഞ്ഞുകൊണ്ടൊരു മഹദി പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെണ്ണേ, 2 ഓപ്ഷനാ ഉള്ളത്. ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. പക്ഷേ ഈ വേദന സഹിച്ചാ അല്ലാഹു നിനക്ക് സ്വർഗം തരും പെണ്ണേ.
രോഗം മാറാൻ ദുആ ചെയ്യണോ അതോ സ്വർഗം വേണോ? യാ റസൂലല്ലാഹ്, സഹിച്ചാ സ്വർഗം കിട്ടുമോ നബിയേ? വേദനയ്ക്ക് പകരം സ്വർഗം കിട്ടുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സ്വർഗം കിട്ടും. നീ വേദന സഹിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം തരും. നബിയേ ദുആ ചെയ്യണ്ട, നബിയേ സ്വർഗം മതി എന്ന് പറഞ്ഞുകൊണ്ട് മടങ്ങിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ ഉപ്പമാരേ, കാലിലൊരു മുള്ളു കൊണ്ടാലും നിനക്ക് പ്രതിഫലമാ, നിന്റെ പാപം പൊറുക്കുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ എന്ന് ഖുർആനിലൂടെ അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ ആ മുഖ്ബത്തീങ്ങൾക്കുള്ള രണ്ടാമത്തെ ഗുണമെന്തും അറിയോ? അല്ലാഹു എന്ത് പരീക്ഷണം കൊടുത്താൽ അവര് ക്ഷമിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. എനിക്ക് നോക്കലില്ല, കാരണം എന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് പൊരുത്തം ചോദിക്കാൻ ആരുമില്ല. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ട് ചോദിക്കും പൊരുത്തപ്പെടണേ പൊരുത്തപ്പെടണേ. ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. എടോ, മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവച്ചിട്ടല്ല പൊരുത്തം ചോദിക്കേണ്ടത്. നീ കുറ്റം പറഞ്ഞവൻ നിന്റെ മുമ്പിൽ കൂടെ നടക്കുന്നു, ഇപ്പൊ പോയിട്ട് പൊരുത്തം ചോദിക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ ആരെയാണ് കുറ്റം പറഞ്ഞത് എന്ന് നിനക്കറിയാം, ജീവിച്ചിരിക്കുമ്പോ ചോദിക്ക്. അല്ലാതെ പള്ളി കൊണ്ടുപോയിട്ട് ഈ പാവപ്പെട്ടവനെ കൊണ്ട് ചോദിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ചോദിച്ചിട്ട് മരിക്കും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. ജീവിച്ചിരിക്കുമ്പോ പൊരുത്തം ചോദിച്ചിട്ട് മരിതരുമാറാകട്ടെ. പള്ളി കൊണ്ടുവച്ചിട്ട് പറയുക, കടവുണ്ടെങ്കിൽ ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ ബന്ധപ്പെടണം. ആരാ പറയണേ? ഈ മനുഷ്യൻ. മക്കള് പറയൂല. പള്ളി ഞാൻ പറയത്തില്ല, എന്റെ പള്ളി ഞാൻ പറയില്ല. ഞാൻ എന്തിനാ വല്ല വല്ല കട ഏറ്റെടുക്കണത്? എടാ, വാപ്പാടെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് പറയാ, ആർക്കെങ്കിലും തരാനുണ്ടെങ്കിൽ മക്കളുമായിട്ട് ബന്ധപ്പെടണം. സത്യത്തിൽ ഇത് ആരാ പറയണ്ടേ? ആരാ പറയണ്ടേ? മക്കള് പറയണം. പറയോ? ഉസ്താദ് പറഞ്ഞെങ്കിൽ ഉസ്താദിലേക്ക് പോയി ചോദിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്. എടോ, നബിതങ്ങൾ പറഞ്ഞു, നിനക്ക് കടമുണ്ടെങ്കിൽ നീ എഴുതി വെക്കണം, നീ പറയണമെന്ന് നബിയനാ റസൂലുള്ളാഹി. എഴുതി വെക്കേണ്ട കാര്യം, കടമുണ്ടെങ്കിൽ എഴുതി വെക്കാതെ നീ ഉറങ്ങരുത് എന്ന് നബിയനാ റസൂലുള്ളാഹി. പണ്ടുള്ളവരത് എഴുതി വെക്കുമായിരുന്നു. ഇപ്പൊ പെണ്ണുമ്പിള്ള അടുത്ത് പോലും പറയത്തില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെടുകയല്ലേ? ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ മജ്ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ നല്ല മരണം നൽകുമാറാകട്ടെ. നല്ല മരണം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. നിർത്തി, ലാസ്റ്റ് വെക്കല. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതാഴ്ത്തിയിട്ട് ഇവിടുത്തെ റോഡില് നിക്ക. നിങ്ങൾ ഇവിടുത്തെ റോഡിൽ നിക്ക. ഈ റോഡിൽ നിന്ന് കണിയാപുരത്തേക്ക് പോകുന്ന ഒരു ബസ് വന്നു. ചാടി ബസ്സിനകത്ത് കയറി. കണ്ടക്ടർ ഇങ്ങനെ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഇത് കണിയാപുരത്തേക്ക് പോകുന്ന ബസ്സാണ്. ബസ്സിന്റെ സീറ്റിൽ കയറി ഇരുന്നിട്ട് കണ്ടക്ടർ വരാൻ സമയമായപ്പോ അള്ളഹാനോട് പറയുകയാ, പടച്ചോനെ എന്നെ നീ പോത്തങ്കോട് എത്തിക്കണേന്ന് പറഞ്ഞാ എത്തുവോ? ഉള്ളത് പറ, എത്തുവോ? നിങ്ങൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞു, അല്ലാഹുവേ നല്ല മരണം വേണോന്ന്. വാപ്പ എന്ത് ചെയ്തു വെച്ചിട്ടാ വാപ്പ നീ ചോദിക്കുന്നത്? ഞാൻ ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനോടും ചോദിക്കുകയാ, നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ പറ. 100 എണ്ണം ഒന്നും പറയണ്ട. നിന്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മ, അല്ലാഹു സ്വീകരിച്ചെന്ന് ഉറപ്പുള്ള ഒരു റക്അത്ത് നിസ്കാരം, ഒരു സദഖ, ഒരു ദിക്ർ, എന്തെങ്കിലും. എടോ, നമുക്ക് പറയാൻ ധൈര്യമുണ്ടോ? ഇല്ല. പിന്നെ എന്ത് കണ്ടോണ്ടാ നമ്മൾ ജീവിക്കണേ? നമ്മൾ ഇന്ന് രാത്രി മരിച്ച എന്ത് ചിന്തിക്കാത്ത? എപ്പോ വേണമെങ്കിലും മരണം നമ്മളെ തേടി വരുമല്ലോ വാപ്പ. ഏത് നിമിഷവും പ്രായം വേണ്ടല്ലോ, രോഗം വേണ്ടല്ലോ, ഒന്നും വേണ്ടടോ. മരണം എപ്പോ വേണമെങ്കിലും നമ്മളെ തേടി വരും. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തു വെക്കണം.
അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു നന്മ. എന്റെ ഉമ്മ പെങ്ങന്മാരോട് ഞാൻ പറയണത്, ഉമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കുമ്മ. കുറെ കാലം ഇങ്ങനെ ജീവിച്ച് മരിച്ചു പോകുമ്പോ ആ നല്ല മരണം വരുന്ന സമയം, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് നിന്നെ കാണാൻ വരുന്ന സമയം എന്തൊരു വേദനയെന്നറിയൂ. എടോ 70,000 മലക്കുകൾ ഉണ്ടെന്ന് റൂഹ് പിടിക്കാൻ. ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയം 70,000 മലക്കുകൾ അവന്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്ന. ഒന്ന് ആലോചിച്ചു നോക്കിയേ, എന്തൊരു വേദനയാ. ആ കോഴി അറുത്തിടുന്ന സമയത്ത് കോഴി കടന്ന് പിടയുന്നത് നമ്മളിങ്ങനെ ലൈവായി നോക്കി നിൽക്കും. ആ കോഴിക്ക് കിട്ടുന്ന ഭാഗ്യം പോലും അള്ളാഹ് നമുക്ക് തരൂലടോ. കാരണം അത് മരിക്കുന്ന സമയം ചിറകിട്ടടിച്ച് കാലിട്ടടിച്ച് പെടഞ്ഞ് ചാടി ചാടി മരിക്കും. നമുക്കതിനും പറ്റൂല. നമ്മുടെ കൈ കരുണ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സഹോദര? എന്തേ വാപ്പ നീ ചിന്തിക്കാത്ത? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണോ? എനിക്കറിയുന്ന ഒരു ഉസ്താദ്, 36 വയസ്സിന്റെ സാധുവിന്, അദ്ദേഹത്തിന് കൊറോണ കൂടുതലായി, ലെൻസിലൊക്കെ ബാധിച്ച് അദ്ദേഹം വെന്റിലേറ്ററിലായി. അവസാനം കൊറോണ മാറി, പക്ഷെ ന്യൂമോണിയ ബാധിച്ചത് കാരണം അദ്ദേഹത്തിന് ഐസിയുവിലേക്ക് മാറ്റി. ഡോക്ടർ വന്നിട്ട് നേഴ്സിനോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ വീട്ടുകാരോട് അറിയിക്കാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ നേഴ്സ് ഓടി വന്നിട്ട് ഡോക്ടറോട് പറഞ്ഞു, സാറ് ആ ഉസ്താദ് കിടന്ന് കരയുന്നു, മറ്റുള്ള രോഗികളുടെ മുമ്പിൽ കിടന്ന് കരയുന്ന, സാറൊന്ന് വരണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 36 വയസ്സുള്ള ഉസ്താദിന്റെ അടുക്കലേക്ക് ഡോക്ടർ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ എല്ലാ മരുന്നുകളും ചെയ്തു, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ മരുന്നുകളും ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാ. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതിന് പകരം എന്തിനാ കരയുന്നേ? നിങ്ങൾക്ക് എന്താ മരിക്കൂന്ന് പേടിയാണോ? അടുത്ത് രോഗികൾ കിടക്കുന്ന കണ്ടില്ലേ? ഉസ്താദിനോട് ഡോക്ടർ ചോദിക്കുമ്പോ ഡോക്ടറോട് ഉസ്താദ് പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയില്ല. എന്റെ ഉമ്മാടെ വയറ്റിൽ കിടക്കുമ്പോഴേ അള്ളാഹു എന്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്, പിന്നെന്തിനാ ഞാൻ പേടിക്കണേ? അപ്പൊ ഡോക്ടർ ചോദിച്ചു, ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? 2 ചെറിയ മക്കളുണ്ട്. ഭാര്യയെയും മക്കളെയും ഓർത്തിട്ടാണോ? കാണണോ? വീഡിയോ കോൾ വിളിക്കണോ? കരയല്ലേ? ഉസ്താദ് അപ്പോഴും പറഞ്ഞു, ഞാൻ എന്റെ ഭാര്യയെയും മക്കളെ ഓർത്തിട്ട് കരയുകയല്ല. ഡോക്ടർക്ക് വല്ലാത്ത അത്ഭുതമായി. അമുസ്ലിമായ ഡോക്ടർ ചോദിച്ചു, പിന്നെന്തിനാ നിങ്ങൾ കരയുന്നേ? മരിക്കാൻ പേടിയില്ല, ഭാര്യയെയും മക്കളെയും പിരിയുന്നതിൽ സങ്കടമില്ല, പിന്നെ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? 36-ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ പോകുമ്പോ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഞാൻ എന്തും കൊണ്ടുപോകും അള്ളാഹുടെ മുമ്പിൽ, ഞാൻ എന്തും കൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ പോകും. ഈ ഒരു ബോധം എനിക്ക് നിങ്ങൾക്കുണ്ടോ വാപ്പ? മുടിയൊക്കെ നരച്ചുപോയ, ഒരുപാട് രോഗവും പിടിച്ച് കിടക്കണം നിനക്ക്, നീ എന്തെങ്കിലും നന്മ നിന്റെ ജീവിതത്തിലുണ്ടോ? എന്തും കൊണ്ടുപോകും സഹോദരൻ. എന്തായാലും നമ്മളൊക്കെ മരണം തേടി വരുമല്ലോ, ഒരു ദിവസം നമ്മളൊക്കെ മരിക്കുമല്ലോ, എന്തും കൊണ്ടുപോകുന്നു. എന്തേ ആലോചിക്കാത്തത് നമ്മൾ? അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. സഹോദര, മരണം എപ്പോ വേണമെങ്കിലും വരൂടോ. ഏത് നിമിഷവും മരണം. മരണമെന്ന് കേട്ടാ പേടിയാടോ എനിക്ക്. മരണമെന്ന് കേൾക്കുമ്പോ തന്നെ വല്ലാത്ത ഭയമാ. മരിക്കാൻ രോഗമൊന്നും വേണ്ടടോ. എന്റെ സഹോദരിയുടെ ഭർത്താവ് കൊറോണ ബാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂറിന്റെ ഉള്ളിൽ മരിക്കുമെന്ന്. 48 മണിക്കൂറിന്റെ ഉള്ളിൽ മരിക്കുമെന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് കരഞ്ഞപ്പോ എന്റെ ഇക്ക എന്നോട് ചോദിച്ചു, നീ എന്തിനാടാ കരയുന്നേ? എന്റെ ഇക്ക എന്നോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നേ? നീ വലിയ പ്രഭാഷകനാണല്ലോ, നാട്ടുകാർക്കൊക്കെ പ്രസംഗിച്ചു കൊടുക്കുന്ന ആളല്ലേ, നീ എന്തിനാടാ കരയണ? ദുആ ചെയ്യടാന്ന് പറഞ്ഞു. എടോ, മരിക്കുമെന്ന് പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. കരഞ്ഞപ്പോ എന്നെ സമാധാനിപ്പിച്ച എന്റെ ഇക്ക ഇന്ന് പള്ളിക്കാട്ടി കിടക്കുന്നുണ്ട്. അല്ലാഹു ഖബറുടെ വിശാലമാക്കി കൊടുക്കും. ോ മനുഷ്യന്റെ കാര്യം. കവി പറഞ്ഞത് എത്ര സത്യമെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാവിലെ എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല, രാത്രി കിടന്നവൻ രാവിലെ എഴുന്നേൽക്കുന്നില്ല. എന്റെ ഇക്ക മരിക്കുന്ന ദിവസം പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, പനിയില്ല, തലവേദനയില്ല, ക്യാൻസർ ഇല്ല, ട്യൂമറില്ല, ഒന്നുമില്ലടോ. മരിക്കുന്ന ദിവസം അസ്ർ നിസ്കാരത്തിന് മുമ്പ് പെങ്ങളെ വിളിച്ച് സന്തോഷത്തോടെ സംസാരിച്ചിട്ട് നിസ്കരിക്കാൻ കയറി. തോന്നക്കൽ എന്ന് പറയുന്ന ഇവിടെ അടുത്തല്ലേ? പൊയ്ക എന്ന് പറയുന്ന ഇവിടെ അടുത്തല്ലേ? സ്ഥാനം അറിയാം. എന്റെ ഇക്കാടെ വീട് ഇവിടെ കിടക്കുന്നുണ്ട്. 98% പണി കഴിഞ്ഞിടോ.
98% വീടിന്റെ പണി കഴിഞ്ഞു, വിവാഹം കഴിച്ചു, നിക്കാഹ് കഴിച്ചു, ഭാര്യയെ കൂട്ടിക്കൊണ്ടുവന്നില്ല. ഒരു ദിവസം പോലും തന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ, ഒരു ദിവസം പോലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിനകത്ത് കടക്കാൻ അള്ളാഹു അവസരം കൊടുത്തില്ല. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. പക്ഷെ ഇത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് സങ്കടം തോന്നിയില്ലേ? ഓന് കല്യാണം കഴിച്ചിട്ട് ഭാര്യയുടെ കൂടെ കടക്കാനോ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടിനകത്ത് കടക്കാനോ അള്ളാഹു ഭാഗ്യം കൊടുത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊരു സങ്കടവും ഇല്ലടോ. ഓൻ ആലിമ, ഓൻ ഹാഫിള, അള്ളാഹുടെ പള്ളിയിൽ ആദിക്കാട്ടുകുളങ്ങര പള്ളിയിലെ ഇമാമ, അസറിന് ഇമാമത്ത് നിന്നു, നിസ്കരിച്ചു, ദുആ ചെയ്തുകൊണ്ടിരുന്നപ്പോ ശരീരം വിയർത്തു പോയി. അത് മരണം. അല്ലാഹു അങ്ങനെയുള്ള മരണം നമുക്ക് നൽകുമാറാകട്ടെ. അത് മരണം മനുഷ്യ, അതാ മരണം. ഒളുവോട് കൂടി മരിക്കലേറ്റം മെച്ചമാ, ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. ചിരിക്കുന്ന മുഖം കണ്ടിട്ട് സ്വന്തം ഉമ്മ പോലും ചോദിച്ചു, എന്തൊരു ചിരിയാടാ, ഇത് മരണം. അല്ലാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. അതുകൊണ്ട് എപ്പോ എവിടെ വെച്ചും നമ്മളെ തേടി മരണം വരും. ആ മരണം വരുമ്പോ എന്തെങ്കിലും ഒരു നന്മ, എന്തെങ്കിലും ഒരു നന്മ, മക്കളെ നോക്കിയിട്ടോ, ഭർത്താവിനെ നോക്കിയിട്ടോ, ഭാര്യയെ നമ്പിയിട്ടോ കാര്യമില്ല. ഒരു നന്മ മരിക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ചിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഏറ്റവും നല്ല കാര്യമാണ് മദ്രസ. നിങ്ങളുടെ മക്കളിൽ പഠിക്കുന്ന മദ്രസയ, ഖുർആൻ പഠിക്കുന്ന മദ്രസയ, നിസ്കരിക്കാൻ പഠിപ്പിക്കുന്ന മദ്രസയ. ആ മദ്രസ പണിയാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്നത്, അൽഹംദുലില്ലാ, പേര് വേണ്ട, ആരുടെയും പേര് വേണ്ട, എനിക്കറിയേം വേണ്ട. എന്റെ പെങ്ങളെ, സ്വർണത്തിന് വല്ലാത്ത വിലയുള്ള കാലവ. നിന്റെ ശരീരത്ത് കിടക്കുന്ന ഒരു സ്വർണം, ഉസ്താദെ മരിക്കുമ്പോ എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം. അല്ല പറയുകയാ, എനിക്ക് തരുവോ നിങ്ങൾ ആരെങ്കിലും? ഇന്നല്ലാഹ അസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം തരാം ഞാൻ, എനിക്ക് നന്നാ സ്വർഗം തരാം. പെങ്ങളെ, ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ ഈ മദ്രസ നിറഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും സ്വർണമുണ്ട്. ഒരു സ്വർണം അൽഹംദുലില്ലാ, ഒരു മുത്താണെങ്കിലും അള്ളാഹുവിന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടി അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മദ്രസയുടെ പണി നടക്കുന്ന സമയം നിങ്ങളുടെ കയ്യിലുള്ളത് ചെറുതും വലുതും നോക്കരുത്, ചെറുതും വലുതും നോക്കരുത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കയ്യിലുള്ളത് കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.